ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഗൈസ്. സംഭവം എന്ന് വെച്ചാൽ ഗൈസ്, നമ്മൾ RC കാറിൻ്റെ ഒരു സാധനം, ഒരു സ്ക്രൂ പോയി ഗൈസ്, അല്ലേ ഗൈസ്? ഒരു സംഭവം പോയി. ഇതാ നമ്മുടെ ഈ സ്ക്രൂ പോയോണ്ട് ഈ വീൽ അനങ്ങൂല. കണ്ട, ഈ വീൽ ഇങ്ങനെ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോളാണ് ഈ ഒരു സാധനം. കണ്ടത്, ഈ ഒരു സാധനം ഇതിൻ്റെ സ്ക്രൂ പോയിട്ടുണ്ട്. അപ്പം നൈസായിട്ട് ഇവിടെയാണ് ആ സ്ക്രൂ വരേണ്ടത്. ഇത് ഇവിടെയായിട്ടാണ് ആ സ്ക്രൂ വരേണ്ടത്. അപ്പോൾ ആ സ്ക്രൂ ഒന്ന് വെക്കാൻ വേണ്ടി നമ്മൾ ഈ പേര് ചെയ്ത കടയിലോട്ടാണ് നമ്മൾ പോണത്, അല്ലേ? അപ്പോൾ നമ്മൾ വിളിച്ചിട്ടുണ്ട് ആനയറയാണ്. അതായത് നമ്മളെ RC കാറിന്റെ റിപ്പയറിംഗ് തിരുവനന്തപുരം നഗരത്തിൽ പുള്ളിക്കാരനാണ് ചെയ്യുന്നത്. ഇന്ത്യ ടുഡേയിലൊക്കെ പുള്ളിയുടെ അഭിമുഖം വന്നിട്ടുണ്ട്. പുള്ളിയുടെ കടയിലോട്ടാണ് പോകുന്നത്. അപ്പൊ ആങ്ങളുടെ കടയിലോട്ടാണ് പോകുന്നത്. നമ്മൾ അന്ന് വീഡിയോ എടുത്തില്ലേ? അന്ന് തിരക്കി, അതുപോലെ തിരക്കി നോക്കിയിട്ടില്ല, അല്ലേ? ഇപ്പൊ നമ്മള് കുമാരപുരം എത്തി. കഴക്കൂട്ടത്തിന്റെ ഒക്കെ അടുത്തായിട്ടാണ് ഇപ്പൊ സെക്കൻഡിലാണ് നൈസായിരിക്കുന്നത്. ഇവിടെ രാത്രി വന്ന റൈറ്റ് സൈഡിൽ ഇവിടെ ഈ അമ്പലത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് പായസം കിട്ടും. അരിപ്പായസം, അല്ലേ? ഗണപതി കോവൽ കുമാരപുരം അങ്ങളെ വിളിച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ ചെല്ലാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ നൈസായിട്ട് നമ്മളെ വണ്ടിയിലെ ബോഡി എല്ലാം അഴിച്ചിട്ട് നൈസായിട്ട് നമ്മൾ കൊണ്ടുപോയാണ്. അപ്പോൾ ഞാൻ ഇന്ന് നോക്കിയപ്പോഴാണ് ഈ സംഭവം അനങ്ങുന്നില്ല ഗൈസ്. അപ്പോൾ ഇത് 12,000 രൂപയ്ക്ക് വാങ്ങിച്ച സാധനമാണെങ്കിൽ നമുക്ക് അങ്ങ് വിട്ട് കളയായിരുന്നു, കുഴപ്പമില്ല. പക്ഷെ ഇത് 8,900 രൂപയ്ക്ക് വാങ്ങിച്ച സാധനമാണ് കേസ്. അതുകൊണ്ടാണ് നമ്മളിത് എവിടെ കൊണ്ടായാലും ഇന്ന് നന്നാക്കിയിട്ടേ നമ്മൾ പോകത്തുള്ളൂ. ഓക്കെ, ഇത് സംഭവം ഇത്രയും പൈസ കൊണ്ടാണ് നമ്മൾ നന്നാക്കാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ വിട്ടളയായിരുന്നു കേസ്. എനിക്ക് എത്രയോ RC കാർ എനിക്കുണ്ടായിരുന്നു സ്വന്തമായിട്ട്. അതെല്ലാം ഇതേപോലെയൊക്കെ തന്നെയാണ്. നമ്മൾ ഓരോ കുഴി ഇറക്കുമ്പോഴും ഓരോ നമ്മളെ വണ്ടി വീട്ടിൽ ഓടിക്കുമ്പോഴൊക്കെ നമ്മൾ നൈസായിട്ട് ഇടിക്കുമ്പോൾ ഹമ്മറുണ്ട്, അത് വർക്കാവും. ബാറ്ററി ഇട്ടാൽ മതി, വർക്കാവും സാധനം. അപ്പം അത് ഇടിച്ചിടിച്ച് അതും വലുതായിട്ട് ഓട്ടിച്ചിട്ടില്ല, മനസ്സിലായി? അതൊക്കെ കൊതിയുണ്ട് വാങ്ങിച്ചാണ് കേസ്. കോയമ്പത്തൂർ പോയി വാങ്ങിച്ചത്. കോയമ്പത്തൂർ ഇതിന്റെ സ്റ്റോക്ക് കട വരെ ഉണ്ട്, അല്ലേ? അപ്പം ഇതിന്റെ മഞ്ഞ ഉണ്ടായിരുന്നു. മഞ്ഞ ഒരു കടയിൽ പോയപ്പോൾ പറഞ്ഞ് ചീത്തയായ സാധനമാണ് നമ്മൾ എടുത്തു തന്നത്. പക്ഷെ അവര് പറഞ്ഞ് ഇത് ഓട്ടിച്ച് നോക്കാനൊന്നും പറ്റൂല, പറ്റിക്കാൻ നോക്കിയതാണ്. ഇത് ഓട്ടിച്ച് നോക്കാനൊന്നും പറ്റൂല. ഇപ്പൊ എടുത്തോണ്ട് പോയി വീട്ടിൽ പോയാലും ഓട്ടിക്കാൻ പറ്റൂല. വീട്ടിൽ പോയാൽ നമുക്ക് ആദ്യം ഇത് ചെയ്യണം. പൈസ എന്നിട്ട് കംപ്ലൈന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞ റീപ്ലേസ്മെന്റ് ഇല്ല. അപ്പം പറ്റിക്കാൻ നോക്കിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ് വേണ്ട, വേറെ കടയിൽ പോകാന്ന് പറഞ്ഞ് റീസർ അങ്ങനെ പോയി ഹമ്മർ വാങ്ങിച്ചാണ്. വേറെ അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ കട ഉണ്ടായിരുന്നു, ഒരു മോള് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കടയുണ്ട്. നൈസായിട്ട് അവിടെ പോയി വാങ്ങിച്ചു. ഇപ്പൊ നമ്മള് ഇപ്പൊ കിംസിന്റെ അവിടെ എത്താറായി. ഓക്കെ, അപ്പം നമ്മൾ നൈസായിട്ട് നമ്മൾ RC കാർ പൊടിയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്ന കുഴപ്പമൊന്നുമില്ല. സാധനം ഓടും. ബാറ്ററി ആണ്, ഇതിന്റെ മോട്ടറാണ്. സാധനം ഓടുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോളാണ് ശരിയാവാത്തത്. അതിന്റെ ഒരു പ്രശ്നമാണ്. അത് നമ്മളിപ്പോൾ ശരിയാക്കും. ഓക്കെ, ഇതേപോലത്തേക്ക് സ്ക്രൂ ആയിരിക്കും പോയത് കേസ്. ചെറിയ സ്ക്രൂ പോലത്തേക്കായിരിക്കും പോയത്. ഇതൊക്കെ ഞാൻ ഓൺ ഫിക്സിങ് ആണ് കേസ്. ഇതൊക്കെ ഇവിടെ ഇതിൻ്റെ കൂടെ കിട്ടണതാണ്, ഞാൻ ഫിക്സ് ചെയ്തതാണ്. സ്പോയിലർ കണ്ട, ഈ സ്പോയിലർ ഇതൊക്കെയാണ് സഞ്ജു ടെക്കിയുടെ സ്പോയിലർ. സഞ്ജു ടെക്കിയുടെ സ്പോയിലർ കേസ്. നമ്മൾ ഫ്രൈഡേ ബേബിയിലുള്ള പോലത്തെ അതേപോലത്തെ സ്പോയിലറാണ് ഇത് സാധനം. കണ്ട, നമ്മൾ നൈസായിട്ട് ആനറ എത്താറായി. നമ്മളെ കാർ സെറ്റാക്കേണ്ട കടയിലോട്ട് നമ്മൾ നൈസായിട്ട് എത്താറായിട്ടുണ്ട്. ഓക്കെ, നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ അന്ന് കണ്ടു വന്നപ്പോൾ നമ്മുടെ റോഡ് പണിയായിരുന്നു കേസ്. ലോഡ്സ് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ ഒരു കട വന്നിട്ട്. ഓക്കെ, സംഭവം ഓക്കെ. അപ്പോൾ അന്ന് പോയപ്പോൾ ഇവിടെ ഭയങ്കര പണിയായിരുന്നു. മറ്റേ പൈപ്പൊക്കെ എന്തോ നൈസായിട്ട് വെളിയിട്ടിട്ടുള്ള പണിയായിരുന്നു. ഇവിടെ അസോസിയേഷൻ കാര്യമൊക്കെ പ്രശ്നമൊക്കെ ആക്കിയതാണ്. അപ്പോൾ ഇപ്രാവശ്യം അത് ഉണ്ടോയെന്ന് അറിയത്തില്ല, പണി തീർന്ന് കാണുമെന്നും അറിയത്തില്ല കേസ്. നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കടയിലോട്ട് എത്താറായിട്ടുണ്ട് കേസ്. ഇനി വെറും കുറച്ച് മീറ്റർ മാത്രം നമ്മൾ ഈ RC കാർ നന്നാക്കേണ്ട. ഓക്കെ, നമ്മൾ നൈസായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഇവിടെയാണ് പാർക്ക് ചെയ്ത്. അന്ന് ഇവിടെ എന്താണ് നമ്മൾ പാർക്ക് ചെയ്തിട്ട്. ഓക്കെ, അവിടെ എന്തോണ് വർക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലായിട്ടാണ് കട. ഈ പൈപ്പ് ഇവിടെയൊക്കെ നന്നാക്കിയിട്ടുണ്ട്. ഓക്കെ, കട മാറിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ്, തൊട്ടടുത്ത് തന്നെ ലെഫ്റ്റ് സൈഡ് ടോയ്ക്കിങ്. അത് കണ്ട, ആ കട മാറി ഗൈസ്. ഇവിടെ ആയിട്ടുണ്ട് ഗൈസ്. കേസ് നമുക്ക് അങ്ങനെ ആദ്യം കാർ ഒതുക്കാം. നമ്മള് ടോയ്ക്കിങ്ങിൽ അവിടെ എടുത്തിട്ടുണ്ട്. ശരി, കാർ തുറന്ന് നമുക്ക് ഉറങ്ങാം. ഓക്കെ ഗൈസ്, അപ്പം ഇതെടുത്തോണേ ആ റിമോട്ട് കൺട്രോള്.
ഇവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട് നൈസായിട്ട്. നൈസായിട്ട് പോവുകയാണ്. ഓ ടോയ്ക്കെങ്കിലോട്ട് ഓക്കെ. ഇവിടെ ആയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടോ? നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ അങ്കിൾ ഇവിടെ ഇല്ല, 5 മിനിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 5 മിനിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ ഫുള്ള് ടോയ്സിൻ്റെ കളക്ഷനാണ് ഫുള്ളും. എന്താ ഇവിടെ ഉണ്ട് കുറേ നന്നാക്കാൻ കൂടെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ നമ്മളെ വണ്ടി ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ വണ്ടി. ഓക്കെ, പിന്നെ പണ്ടത്തെ ഒരു ചേതക്ക് ഇവിടെ ഉണ്ട് ഗൈസ്, ചേതക്ക്. പിന്നെ കുറേ ടോയ്സുകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 15 മിനിറ്റേക്ക് ആണെങ്കിൽ ഇതുവരെ ഒരു അങ്ങളെ കണ്ടിട്ടില്ല നമ്മൾ. ഓക്കെ, ഇവിടെ വേറെ ആൾക്കാരും കൂടെ വന്നിരിക്കുകയാണ്, അവരെ വണ്ടിയാണ് ഇത്. ഓക്കെ, ഈ ഒരു ഗ്രൂപ്പ് അവർ നൈസ് അങ്ങോട്ട് പോയി. നമ്മളിവിടെ നിൽക്കുകയാണ്, അങ്ങളെ കാണാനില്ല. പപ്പാ സെപ്പറേറ്റ് അടി ഗൈസ്. അവിടെ ഫുള്ള് ഇൻസ്റ്റയാണ്, 2 ഇൻസ്റ്റാഗ്രാം. നെയ്യേ അങ്ങള് പറഞ്ഞില്ല, വെയിറ്റിംഗ് ആണ്, ഭയങ്കര വെയിലും. വെയിറ്റിംഗ് ഗൈസ്, ഫുൾ ഓൺ വെയിറ്റിംഗ്. അപ്പോൾ അങ്ങള് വന്നിട്ടുണ്ട് ഗൈസ്, നമ്മളെ നന്നാക്കണം. ഓക്കെ, അപ്പോൾ ഒന്ന് എന്നിട്ടുണ്ടോ? ഓ, നല്ല നമ്മൾ അവിടെ ഇതുകൊണ്ട് പേര് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നില്ലേ? ഇതിന്റെ ആള് തന്നെ ഇപ്പൊ അങ്ങോട്ട് പോയി വണ്ടി കൊണ്ടിട്ട് നന്നാക്കാൻ നിൽക്കുകയാണ് ഗൈസ്. ഇവിടെ ഇതില്ലേ ഒരു സ്ക്രൂ വരും ഇതിനകത്തൂടെ, ചെറിയൊരു സ്ക്രൂ, ഇതുപോലത്തെ ഒരു സ്ക്രൂ വരും. അത് കാണാനില്ല, എങ്കിലും സ്റ്റിയറിംഗ് ഇതാവുള്ളൂ. അത് പൊട്ടിപ്പോയതല്ലേ? അത് അല്ല, ഇളകിപ്പോയതാണ്. ശരിയാക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. നമ്മളെ വണ്ടി നന്നായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ടോർച്ചടിക്കണോ? അപ്പോൾ വെട്ടം കാണിച്ചിരിക്കുന്നു. പപ്പ മുറക്കാൻ പോവാണ്. നമുക്ക് വിശ്വസിക്കാം. എത്ര രൂപ പോയി ഇപ്പം? എല്ലാം പയ്യന്മാര് തന്നെ. പക്ഷേ ഈ പറഞ്ഞ ഒന്ന് ഇവിടെ നിന്നെങ്കിലൊക്കെ ചാമ്പിയിട്ടൊക്കെ ഇവിടെ വരും. നമ്മളെ വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. ലെഫ്റ്റ് റൈറ്റ് മാത്രം മതി. അതിൽ കയറി നോടാ, അല്ല വീട്ടിൽ കറക്റ്റാ കയറി നോക്കിയാണ്. അപ്പോൾ നമ്മൾ സാധനം ശരിയാക്കിയിട്ടുണ്ട്. പക്ഷേ റൈറ്റ് കുറച്ചും കൂടെ ഇത് വരാനുണ്ട്. കണ്ടോ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെ ആക്കി വിടുമല്ലോ, കാണിച്ചു കൊടുക്കേ. അതിങ്ങനെ ആക്കി കൊടുത്താൽ മതി, ആണ് ഞാൻ ഉദ്ദേശിച്ചത്. കണ്ടോ ലെഫ്റ്റ് വരുന്നുണ്ട്, പക്ഷെ റൈറ്റ് കുറച്ചും കൂടെ വരാനുണ്ട്. അപ്പോൾ അതിന് ചെറിയ നൈസ് സ്ക്രൂ ഡ്രൈവർ വേണം. അപ്പോൾ അത് തേടിയാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെങ്കിൽ ഒരു വണ്ടി പോയി എടുത്തുകൊണ്ട് വരണം ഗൈസ്. അങ്ങോട്ട് കൊണ്ടുപോയി വണ്ടി ഗൈസ്. അപ്പോൾ നമ്മളെ വണ്ടിയെല്ലാം RC കാറെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 1 രൂപ പോലും നമ്മളിന്ന് വാങ്ങിച്ചിട്ടില്ല. കൊടുത്തിട്ട് വാങ്ങിയില്ല. പറഞ്ഞ് എത്ര രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നും വാങ്ങിയിട്ടില്ല നൈസായിട്ട്. യെസ്, നമ്മൾ അച്ഛനും മോനും കൂടെയാണ് ശരിയാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് പൈസ ഒന്നും വാങ്ങിച്ചില്ല. ഓക്കെ, അപ്പോൾ സ്ക്രൂ പിന്നെ എക്സ്ട്രാ 4 തന്നിട്ടുണ്ട്. എന്തെങ്കിലും പോകണമെങ്കിൽ 3 തന്നിട്ടുണ്ട്. എന്തെങ്കിലും പോകണമെങ്കിൽ സെറ്റ് ചെയ്ത് വയ്ക്കാമെന്നുള്ള സെറ്റപ്പിൽ. അപ്പോൾ ശരി ഗൈസ്, ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൊടുത്ത് ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ തരുന്ന വ്യത്യസ്തമായ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട്
ലഭിക്കുന്നതാണ് ഗൈസ്. അപ്പം ഫിക്സ് പോണിക്ക് സ്പിരിച്വാലിറ്റി ദെൻ ഗൈസ് ഇനൊരു പുതിയ വീട്ടിൽ നാളെ കടന്നിരിക്കും. എല്ലാവർക്കും ബൈ.